ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദംസ് ഫുഡ്ലാബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സ സോസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം സവോള കൊത്തി അരിഞ്ഞത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് കണ്ടോ, തക്കാളി വെന്ത് തൊലിയൊക്കെ പുറത്ത് ചാടി തുടങ്ങി. ഇതിനി തണുത്ത വെള്ളത്തിലേക്കൊന്ന് മാറ്റുകയാണ് ഞാൻ, പെട്ടെന്ന് തൊലി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി ഇതിൻ്റെ തൊലി ഓരോന്നായി എടുത്ത് മാറ്റാം. ഇത് നമുക്കൊരു ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ സവാളയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമ്മൾ അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്യണം. ഇത് കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേ പരുവത്തിലാണ് നമുക്ക് ഈ സോസ് കിട്ടേണ്ടത്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ഞാനൊരു പിസ്സ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സോസാണ്. പിസ്സയുടെ റെസിപ്പി നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.